നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ യു.ഡി.എഫിന്റെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ CPM-നെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തിയത്. CPM-നെ മുസ്ലിം വിരുദ്ധ പ്രചാരണം BJP-ക്ക് സഹായകമാകുന്നുവെന്ന് സാദിഖ് അലി തങ്ങൾ മുഖപത്രമായ ചന്ദ്രികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഇടതില്ലെങ്കിൽ മുസ്ലിമുകൾ രണ്ടാം തരം പൗരന്മാരാകുമെന്നത് തമാശയാണ്. സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPM ശ്രമിച്ചു. ഇതിന് CPM-ന് വലിയ പ്രഹരം കിട്ടിയെന്നും CPM വിതയ്ക്കുന്നത് BJP ആണ് കൊയ്യുന്നതെന്നും സാദിഖ് അലി തങ്ങൾ വിമർശിക്കുന്നു. മത നിരാസത്തിലൂന്നിയ കമ്മ്യൂണിസത്തെ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് CPM കേരളത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത്. ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് ഇതിന് CPM തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളോട് ശരിയായ രാഷ്ട്രീയം പറയാനില്ലാതാകുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കുതന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് CPM-ന്റെ സ്ഥിരം ശൈലിയാണെന്നും വിമർശിച്ചിരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് നാഷണൽ പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന ഒരൊറ്റ പാർട്ടിയെ ഈ രാജ്യത്തുള്ളൂ. അത് മുസ്ലിം ലീഗാണ്. മതേതര പാർട്ടി എന്നാണ് വാദമെങ്കിലും പേരിൽ മാത്രമല്ല കൊടിയിലും മതത്തിന്റെ അടയാളം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി കൂടിയാണിത്. UDF ഭരണകാലത്ത് 5ാം മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങിയ ലീഗ് ഇപ്പോൾ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തി ഒരു രാജ്യസഭാ സീറ്റ് കൂടി സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതിനിടെയാണ് ഈ അഭിമുഖം വന്നിരിക്കുന്നത്. CPM-നെ വിമർശിച്ചിട്ടുള്ള അഭിമുഖം വന്നിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു ധാരണ മുസ്ലിം ലീഗിനുണ്ട്, തങ്ങൾക്കുണ്ട്. നിയമസഭയിലെ അംഗസംഖ്യ വെച്ച് UDF-ന് 1ഉം ഇടതുപക്ഷത്തിന് 2ഉം അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റുക. ഇതിൽ UDF-ന് ലഭിക്കുന്ന സീറ്റാണ് ലീഗിനായി വിട്ടു നൽകിയിരിക്കുന്നത്. CPM-നെ നിശിതമായി വിമർശിക്കുക കൂടി ചെയ്യുന്നതോടെ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഉപമുഖ്യമന്ത്രി പദമാണെന്നാണ് വായ്പ. ലഭിച്ച ആ സീറ്റിൽ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച കാര്യമായി ഒരു പാരമ്പര്യവുമില്ലാത്ത ഒരു അഭിഭാഷകനെയാണ് ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. തിരുവനന്തപുരത്ത് ചേർന്ന പാർട്ടി നേതൃയോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തങ്ങൾ തീരുമാനിച്ചു, അത് മറ്റുള്ളവർ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടതാണ് യാഥാർത്ഥ്യം. വല്ലാത്തൊരു ഗതികേട് തന്നെയാണിത്. രാജ്യസഭാ സീറ്റിലേക്ക് ഇത്തവണ യുവത്വത്തിന് പ്രാധാന്യം നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്തരമൊരു ചതി ചെയ്യുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പോലും കരുതിയിരുന്നില്ല. അവർ കരുതിയിരുന്നത് യൂത്ത് ലീഗ് ഭാരവാഹികളെ ആരെയെങ്കിലും പരിഗണിക്കുമെന്നായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയും ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവരെ മറികടന്നാണ് ഹാരിസ് ബിരാന രാജ്യസഭയിലേക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ഇത് ലീഗിനുള്ളിൽ വലിയ അമർഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ സാദിഖ് അലി തങ്ങൾക്ക് ഹാരിസ് ബീരാനോടായിരുന്നു താല്പര്യം. ഒടുവിൽ നേതൃയോഗത്തിൽ തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നതോടെ മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ചവർ നിരുപാധികം പിൻവാങ്ങുകയാണ് ഉണ്ടായത്. വ്യവസായിയായ PV അബ്ദുൾ വഹാബാണ് നിലവിൽ ലീഗ് പ്രതിനിധിയായി രാജ്യസഭയിലുള്ളത്. ഹാരിസ് ബീരാൻ കൂടി എത്തുന്നതോടെ അംഗസംഖ്യ 2ആകും. വഹാബ് രാജ്യസഭയിൽ എത്തിയതും എന്തെങ്കിലും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അന്നും സംസ്ഥാന ലീഗ് അധ്യക്ഷൻ തന്നെയാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം മാനിക്കാതെ നിർദ്ദേശിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് രാജ്യത്തെ ഏകാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാലും ആ വാദത്തെ തള്ളിക്കളയാൻ കഴിയുകയില്ല. പാണക്കാട് കുടുംബത്തോട് പ്രബല മുസ്ലിം വിഭാഗത്തിനുള്ള ആദരവാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അടുത്ത കാലത്ത് വന്ന ലീഗ് സംസ്ഥാന അധ്യക്ഷന്മാർ നടപ്പിലാക്കി വരുന്നത്. ലീഗ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പാണക്കാട് തങ്ങൾ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുക എന്നല്ലാതെ നേതാക്കൾക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെയില്ല. അഥവാ ഏതെങ്കിലും എതിർ ശബ്ദം ഉയർത്തിയാൽ അവർ പാർട്ടിക്ക് പുറത്താകുമെന്നത് തന്നെയാണ് ചരിത്രവും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ സ്വാധീനമുള്ള ആർക്കും ലീഗിൽ നിന്ന് ഏത് പദവിയും നേടിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും നിലവിലില്ല. അതിന് ലീഗിൽ പ്രവർത്തിക്കണമെന്ന് പോലും ഇല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മുൻ ലീഗ് അധ്യക്ഷന്മാർ അങ്ങനെ കാര്യമായ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ
ചെയ്യാറില്ലെന്ന ചരിത്രവും സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ മറികടന്നിട്ടുണ്ട്. ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗത്തിലും സംസ്ഥാനത്തെ പല രാഷ്ട്രീയ യോഗങ്ങളിലും സജീവമായാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കുന്നത്. നേരത്തെ ഈ യോഗങ്ങളിൽ ലീഗിന്റെ മറ്റു നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. ഈ പോക്ക് പോകുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മത്സരിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ സംഭവിച്ചാൽ അതും മറ്റൊരു ചരിത്രമാകും. UDFന് ഭരണം കിട്ടിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ പാണക്കാട് നിന്നും ആ പദവിയിലേക്ക് ആരെങ്കിലും കടന്നു വരാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ കാണുന്നുണ്ട്. പതിവ് രീതികൾ പലതും തെറ്റിക്കുന്ന ലീഗ് രാഷ്ട്രീയത്തിൽ ഇനി ഇതും കൂടിയേ സംഭവിക്കാൻ ബാക്കിയുള്ളൂ. നന്ദി.